2026 വർഷത്തിലെ കേന്ദ്ര സംസ്ഥാന വിഹിതങ്ങളുടെ ആദ്യത്തെ വിതരണം ആരംഭിക്കുന്നു. ഗുണഭോക്താക്കൾക്ക് ഇത്തവണയും വമ്പൻ പ്രതീക്ഷ നൽകുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ വിതരണത്തിലാണ്. ജനുവരി 29 അവതരിപ്പിക്കാൻ പോകുന്ന സംസ്ഥാന ബജറ്റിന് മുന്നോടിയായി തന്നെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം പൂർത്തിയാകുന്ന തരത്തിലാണ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ കാലങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന കെട്ടിട നിർമ്മാണ മേഖലകളിൽ ഉൾപ്പെടെയുള്ളവർക്കുള്ള ആനുകൂല്യ വിതരണമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നത്. നിലവിൽ 3 ഗഡു കുടിശ്ശികയാണ് വിതരണം പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇവർക്ക് 2 ഗഡു കുടിശ്ശിക തുക കൂടി വിതരണം ചെയ്തേക്കുമെന്നാണ് ധനവകുപ്പ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഗുണഭോക്താക്കൾക്ക് വീണ്ടും വമ്പൻ സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത്. പെൻഷൻ തുകയിൽ വലിയൊരു വർധനവ് കൂടി വരുത്തുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. സംസ്ഥാന ബജറ്റിൽ ഇത് പ്രതിഫലിക്കും. പെൻഷൻ തുക 2500 ഉയർത്തുന്നതിനായുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി വീണ്ടും ഒരു വർധനവ് കൂടി ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പെൻഷൻ തുകയിൽ വലിയൊരു വർധനവ് വരുത്തുമ്പോൾ സാമ്പത്തിക മേഖലയെ കാര്യമായി ബാധിക്കാൻ സാധ്യതയുള്ളതിനാലാണ് നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ കൂടി പുറത്തു വന്നിട്ടുള്ളത്. വിധവ അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്നവർ പുനർവിവാഹിതരായിട്ടില്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം ജനുവരി 31 സമർപ്പിച്ചില്ല എങ്കിൽ ഇവർക്കുള്ള പെൻഷനുകൾ മുടങ്ങുന്നതാണ്. ഇതോടൊപ്പം തന്നെ ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വരുമാന സർട്ടിഫിക്കറ്റുകൾ കൂടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അറിയിപ്പുകൾ ലഭിച്ച ആളുകൾ അത് ലഭിച്ച മുറയ്ക്ക് തന്നെ സർട്ടിഫിക്കറ്റുകൾ ഹാജരാകാത്ത സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ആളുകളും പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെടും. വർദ്ധിപ്പിച്ച പെൻഷൻ തുക വിതരണം ചെയ്യുമ്പോൾ ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കപ്പെട്ട പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് ജനുവരി മാസം മുതലുള്ള പെൻഷൻ വിതരണം ആരംഭിക്കുക. ജനുവരി മാസത്തിലെ പെൻഷൻ വിതരണ നടപടികളാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത്. പെൻഷൻ വിതരണത്തിനായി സംസ്ഥാന സർക്കാർ വീണ്ടും വായ്പയെടുക്കും. പൊതുവിപണിയിൽ നിന്ന് കടപ്പത്രം വഴിയാണ് വായ്പ എടുക്കുക. 1500 കോടി രൂപ കടമെടുക്കാനാണ് സർക്കാർ നീക്കം. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള വിതരണം ആരംഭിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും കടമെടുപ്പ് ലേലം നടത്തുക. സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം അടക്കം രൂപീകരിച്ച് തുക സമാഹരിക്കൽ നടപടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു. ബജറ്റിന് മുന്നോടിയായി പെൻഷൻ, വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം, കെട്ടിട നിർമ്മാണ മേഖലകളിലേക്കുള്ള കുടിശ്ശിക തീർത്തുള്ള വിതരണം എന്നിവ പൂർത്തിയാക്കാനാണ് ധനവകുപ്പിന്റെ നീക്കം. ഡിസംബർ മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്തപ്പോൾ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക എത്തിച്ചേർന്നിട്ടില്ല. സാങ്കേതിക തകരാറുകൾ മൂലം മുടങ്ങിയ തുക ഇന്നു മുതൽ എത്തിച്ചേരും. ഇതോടൊപ്പം തന്നെ 200 മുതൽ 500 വരെയുള്ള കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് DBT സംവിധാനം വഴി ഇന്നു മുതൽ മുടങ്ങിയ തുക എത്തിച്ചേരും. ക്ഷേമ പെൻഷന് പുറമെ വലിയൊരു വിഭാഗം ഗുണഭോക്താക്കൾക്ക് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുകൂടി ആനുകൂല്യം എത്തിച്ചേരുകയാണ്. PM കിസാൻ സമ്മാൻ നിധിയുടെ 2026 വർഷത്തെ ആദ്യ ഗഡുവിന്റെ വിതരണമാണ് ആരംഭിക്കുന്നത്. 25 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹായം എത്തിച്ചേരും. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും PM കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾക്ക് ചില പ്രത്യേക നിർദ്ദേശങ്ങൾ എത്തിയിരിക്കുന്നത്. ഗുണഭോക്താക്കൾ ഫാർമേഴ്സ് ID ജനറേറ്റ് ചെയ്യണമെന്നുള്ള അറിയിപ്പുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. എന്നാൽ OTP അടക്കം ഗുണഭോക്താക്കളിലേക്ക് എത്താത്ത സാഹചര്യത്തിൽ ഇത് താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. അറിയിപ്പുകൾ ലഭ്യമാകുന്ന മുറയ്ക്ക് ഗുണഭോക്താക്കൾ ഫാർമേഴ്സ് ID ജനറേറ്റ് ചെയ്യേണ്ടതാണ്. 2018 വരെ ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഗുണഭോക്താക്കൾക്കുള്ള അപേക്ഷകളാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. 2018 ശേഷം ഭൂമി വാങ്ങി കൃഷി ചെയ്തിട്ടുള്ള ഗുണഭോക്താക്കൾക്കുള്ള അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടില്ല. 2018 വരെ ഭൂമിയുണ്ടായിരുന്നവർ, 2018 വരെ ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ അതുവരെയുള്ള കരമടച്ച രസീതിനോടൊപ്പം പുതിയതായുള്ള രസീത്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ്, റേഷൻ കാർഡിന്റെ കോപ്പി, രജിസ്റ്റേർഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ എന്നിവയുമായി കോമൺ സർവീസ് കേന്ദ്രങ്ങളെ സമീപിച്ച് ഇപ്പോഴും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇതുവരെയും അപേക്ഷ സമർപ്പിച്ചിട്ടില്ലാത്തവർക്കാണ് ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ആധാർ സീഡിംഗ്, ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ നടത്തിയിട്ടില്ലാത്ത ഗുണഭോക്താക്കൾ ജനുവരി 31 മുൻപ് തന്നെ പൂർത്തിയാക്കേണ്ടതാണ്. കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉടൻ തന്നെ ഉണ്ടായേക്കും. വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.